അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളത്. നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുക, എല്ലാം പൊറുത്ത് സ്വർഗം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, അഭിലാഷമാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കാണാം, അല്ലയോ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, അല്ലയോ നബി അങ്ങ് പറയണം, അങ്ങ് പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ ആരെങ്കിലും പ്രിയം വെക്കുന്നുവെങ്കിൽ, ഇഷ്ടം വെക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, എന്നെയും നിങ്ങൾ ഇഷ്ടപ്പെടുക, എന്നെ നിങ്ങൾ പിൻപറ്റുക, എന്നാൽ തൽഫലമായി യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടും. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടാൽ അവൻ കാണുന്ന കണ്ണ്, അവൻ കേൾക്കുന്ന ചെവി, അവൻ പിടിക്കുന്ന കൈ, അവൻ നടക്കുന്ന കാലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുമെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. എന്നാൽ അങ്ങനെ അള്ളാഹു അവനെ സ്നേഹിക്കുകയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയും സ്നേഹിക്കലും പ്രവാചകനെ അനുധാവനം ചെയ്യലും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനും ഒരു കാരണമായി തീരും. അതുകൊണ്ട് തന്നെ പ്രവാചകനെ കൂടുതലായി ഹുബ്ബ് വയ്ക്കുക, സ്നേഹം വയ്ക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.